നമസ്കാരം പ്രിയരെ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടുകയാണ്. ബിഗ് ബോസ് ഒരു ചെറിയ അവലോകനം. അതിനു മുമ്പായിട്ട് ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മലയാള സംഗീത രംഗത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സംഗീത രംഗത്ത് തന്നെ ഏറെ പ്രശസ്തരായ ജയവിജയന്മാർ സഹോദരങ്ങൾ, അതിൽ KG ജയൻ എന്ന് പറയുന്ന ജയൻ സാർ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര നടൻ മനോജ് K ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മഹാനായ ഒരു കലാകാരനും സംഗീതജ്ഞനുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം സംഗീത രംഗത്ത് ഒരുപാട് വലിയ സംഭാവനകൾ, നമുക്ക് ഭക്തിഗാനങ്ങളായിക്കോട്ടെ, അയ്യപ്പ ഭക്തിഗാനങ്ങളായിക്കോട്ടെ, ചലച്ചിത്ര ഗാനങ്ങളായിക്കോട്ടെ. ചലച്ചിത്ര ഗാനങ്ങളുടെ അവരുടെ ഏറ്റവും പ്രശസ്തമായ ഗാനമാണ് ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, ഓർമ്മകൾ ചീവേലി തുള്ളാറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ഓർമ്മകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. എത്ര അർത്ഥവത്തായ വരികൾ, എത്ര മനോഹരമായ സംഗീതം. ബിച്ചു തിരുമല സാറാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഹൃദയം ദേവാലയം, ആ ഗാനം. അതുപോലെ അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ ഇന്നും ശബരിമലയിൽ നട തുറക്കുമ്പോൾ വരുന്നൊരു ഗാനം അവർ തന്നെ ആലപിച്ച ഗാനമാണ്. സംഗീതം പറഞ്ഞത് ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൽ, ശ്രീകോവിൽ നട തുറന്നു. അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളിൽ കൃഷ്ണന്റെ ഭക്തിഗാനങ്ങളുണ്ട്. നീ എന്നെ ഗായകനാക്കി രാധതൻ പ്രേമത്തോട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗാനം അത്. ഓ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്. അങ്ങനെ എന്തോരും എത്രയോ നമ്മൾ പറയാനാണെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ, അല്ലെങ്കിൽ ഒരു അധ്യായം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അത്രയ്ക്ക് പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിജയൻ സാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിട്ടുപോയി. ഇപ്പോൾ 90-ാം വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ട് അങ്ങ് സ്വർലോകത്തേക്ക് പോയിരിക്കുന്നു, സ്വന്തം സഹോദരൻ്റെ അടുത്തേക്ക്. എന്തായാലും ജീവിച്ചിടത്തോളം നന്നായിട്ട് തന്നെ ജീവിച്ചു, സന്തോഷത്തോടെ തന്നെ അദ്ദേഹം കഴിഞ്ഞു. സംഗീതത്തിന് വേണ്ടി അർപ്പിച്ചൊരു ജീവിതം. ജയൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ഒപ്പം മനോജ് K ജയൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖങ്ങളിലും പങ്കുചേരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 6 റേറ്റിംഗ് വന്നിട്ടുണ്ടെന്ന്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് റേറ്റിംഗ് വരുന്നത്. ചരിത്രം തിരുത്തിയ റേറ്റിംഗ്. സീസൺ 6ൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇതിനു മുമ്പുള്ള സീസണേക്കാൾ അപ്പുറത്തേക്കുള്ള റേറ്റിംഗിൽ അതിഗംഭീരമായിട്ട് കുതിച്ചുയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണക്കാര് രണ്ടുപേര് തന്നെയാണ്, ഗബ്രി ആൻഡ് ജാസ്മിൻ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഗബ്രിയും ജാസ്മിനുമാണോ ഇതിലെ ഹീറോയിൻസ്? കാരണം ഇവരിലൂടെയാണോ ഈ ഷോ പോകുന്നത്? അതിൻ്റെയൊക്കെ കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് അവരെ ഞാൻ ഇതിന് പറയുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ഇതിൽ, അല്ലെങ്കിൽ ആ ഒരു ഗംഭീര റേറ്റിംഗിൽ പൊന്മുട്ടയിടുന്ന താറാവുകൾ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇവരെത്തി എന്നുള്ളത് എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ കുറേ ദിവസമായി റിവ്യൂ ഇട്ടിട്ട് എനിക്കൊന്നാമത്തെ ഈ റിവ്യൂ ഇടാനായിട്ട് തോന്നുന്നില്ല. കാരണം വളരെ നിരാശാജനകമായ ഒരു സീസൺ. ഉള്ള കാര്യം പറയാലോ, വളരെ നിരാശാജനകം. സീസൺ 5 ഒക്കെ നമ്മൾ എത്രത്തോളം നല്ല ഭംഗിയായിട്ട് നല്ല രസകരമായിട്ട് പോയി. സീസൺ 4, 5. പക്ഷെ സീസൺ 6 എല്ലാവരെയും നിരാശപ്പെടുത്തിയ ഒരു കണ്ടസ്റ്റന്റ് സെലക്ഷൻ ആയിരുന്നു. കാരണം ഇത് ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഓൾറെഡി ഏഷ്യാനെറ്റും ലാലേട്ടനും ബിഗ് ബോസും തന്നെ പ്രേക്ഷകരോട് പറഞ്ഞല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ എന്താണ് ലാലേട്ടൻ പറഞ്ഞത്? ഇതുവരെ ഉള്ളതിൽ ഇത്രയും ഒരു മോശം സീസൺ സോഷ്യൽ മീഡിയ മുഴുവൻ ഭയങ്കരമായിട്ട് ഈ സീസണെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല കമന്റുകളും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോശം കമന്റുകളാണ്. എങ്കിലും ഒരു കമന്റ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയെ കൊണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് അത് വായിപ്പിച്ചു. ഗബ്രി അത് വായിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സീസൺ?
ഏഹ് ഗബ്രിയും ജാസ്മീനും ജിൻഡോയും ഒക്കെ ഒരു സംസാരങ്ങളും സംസ്കാരമില്ലായ്മയും ഒക്കെ കൂടി ചേർന്ന് ഈ സീസൺ വളരെയധികം എത്രത്തോളം മോശമാക്കി എന്നുള്ളത് വളരെ ശക്തമായിട്ട് വിമർശനാത്മകമായിട്ട് അതിൽ അവരുടെ ഒരു കമന്റിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ അത് വായിക്കാൻ പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രത്തോളം മോശമാണ് എന്ന് കണ്ടസ്റ്റൻസിനെ അറിയിക്കുകയാണ്. ഇത് എല്ലാവരും ചേർന്ന് എന്താണത്, എന്തെന്നാണത്, ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു മര്യാദകളില്ലേ? ഞാൻ പറഞ്ഞത് കേരളത്തിലെ നമ്പർ 1 ചാനൽ ഏഷ്യാനെറ്റ്. ആ നമ്പർ 1 ചാനലിൽ ഒരു സിനിമ, ഒരു സൂപ്പർ താര സിനിമയ്ക്ക് മുടക്കുന്നതിനേക്കാൾ അപ്പുറം കോടികൾ മുടക്കി നടത്തുന്നൊരു വലിയ ഷോ, ഒരു വലിയ വീട്ടിൽ ഇത്രയും പേര് വരുന്ന ഒരു വ്യത്യസ്തതയാർന്ന ഒരു കോൺസെപ്റ്റ്. ഞാൻ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതം, മറ്റുള്ളവരുടെ ജീവിതം, ലോകം എന്താണ്, നമുക്ക് എന്തൊക്കെ ഒരു അതിജീവനമാണ് ഇല്ലേ? അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഈ ഷോയിൽ എന്തെങ്കിലും പേക്കുത്തുകൾ കാണിച്ചു പോകും, ആരെങ്കിലും പറഞ്ഞു കൊടുത്ത മണ്ടത്തരങ്ങളായിട്ട് ചെല്ലുക. തലച്ചോറല്ല ഉപയോഗിക്കണം, തൊണ്ട. അലറി വിളിച്ച് മാത്രം, ഏറ്റവും കൂടുതൽ അലറി വിളിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയ ആളായി എന്ന് ചിന്തിച്ച മണ്ടന്മാരും സംസ്കാരശൂന്യരും, ഇടിക്കാൻ നടക്കുന്നവരും, ഇടി വാങ്ങിക്കാൻ നടക്കുന്നവരും, അല്ലെങ്കിൽ ഞാൻ വന്ന വഴി തന്നെ ഞാൻ തന്നെയാണ് ജേതാവെന്ന് പറയുന്നവരും, അല്ലെങ്കിൽ പ്രണയമാണ് ഇതിൻ്റെ ഒരു സംഭവം, പ്രണയിച്ചൊക്കെ നമുക്കിങ്ങനെ പോവാം സുഖിച്ചും രസിച്ചൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, വല്ലയിടത്തും മിണ്ടാതിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോവാം, കുറച്ച് ഫാഷൻ ഷോ ഒക്കെ നടത്തി കുറച്ച് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും സൈഡിൽ കൂടെയൊക്കെ പോവാം. ഒന്നും മിണ്ടണ്ട, അങ്ങോട്ട് പൊക്കോളും, ആരും നോമിനേറ്റും ചെയ്യില്ല, വോട്ടും ചെയ്ത് പുറത്താക്കിയില്ല, അങ്ങോട്ട് പോവാം. അങ്ങനെ ചിന്തിച്ച് വരുന്നവർ, അങ്ങനെ എന്താ പറയുക, പിന്നെ എന്താ പറയുക, ചിലർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എന്തോ അല്ല, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജ്. അത് ചിലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അങ്ങനെ ഭയങ്കരമായ മണ്ടത്തരങ്ങളുമായിട്ട് വന്ന് വൈൽഡ് കാർഡ് അടക്കമാണ് ഞാൻ ഈ പറയുന്നത്. വൈൽഡ് കാർഡ് അടക്കം ഇതിലൊക്കെ ആകപ്പാടെ നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ, ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ ഒരു സിബിനുണ്ട്. സിബിനുള്ളത് കൊണ്ട് ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നത് ഉള്ളതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആശ്വാസത്തിൽ പോകുന്നു. ഒരു ചെറിയ ആശ്വാസം, അത്രേ ഉള്ളൂ. സിബിനേക്കാളും മുകളിൽ ഇതിനെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിച്ച് ഈ ഷോയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷോയുടെ വേറൊരു തലമാണത് ജനങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ പറയും, എന്തുകൊണ്ട് റേറ്റിംഗിൽ വന്നു ഇത്രയ്ക്ക് മോശം ഷോ, എന്തുകൊണ്ട് റേറ്റിംഗിൽ വൻ കുതിപ്പ് നടത്തി, എന്തുകൊണ്ട് ജാസ്മീനും ഗബ്രിയും ഇതിൻ്റെ അകത്ത് ഈ റേറ്റിംഗിൽ കാരണക്കാരായി എന്ന് ഞാൻ പറയുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരുടെ കഴിവ് കേട് കൊണ്ടാണ്. ഇനി അവരെക്കുറിച്ചൊന്നും പറയാനില്ല. അവർ ഓരോ കുഴിയിൽ നിന്ന് ഓരോ കുഴിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ഈ രണ്ടുപേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗബ്രി, ജാസ്മീൻ രണ്ടുപേരും ശക്തരായ മത്സരാർത്ഥികൾ. എന്നെ സംബന്ധിച്ചിട്ട് ഗബ്രിയിലെ ചില ക്വാളിറ്റീസ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ഗബ്രി. നന്നായിട്ട് സംസാരിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ടാസ്കും ഗെയിമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി തീർച്ചയായിട്ടും ടോപ്പ് 5-ൽ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റന്റ്, അഭിമാനത്തോടെ തന്നെ. ജാസ്മീനെ ഞാൻ അത്രയും പറയുന്നില്ല. ജാസ്മീനെ വേറൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ബേസ് ആയിട്ടൊക്കെ വന്ന ആളാണ് ജാസ്മീൻ. ഒരുപക്ഷെ ഈ കണ്ടസ്റ്റൻസുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജാസ്മീൻ പറയുന്നതെന്ന് ആഗ്രഹിച്ച അത്രയും ഫാൻ ബേസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയ ഒരാളാണ് ജാസ്മീൻ. ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ജാസ്മീനും വേറെ തലത്തിലെത്തിയല്ലേ. പക്ഷേ ഗബ്രി അപേക്ഷിച്ചിട്ട് ജാസ്മീൻ്റെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ജാസ്മീൻ ഒരു സ്വഭാവമുണ്ട്, ദേഷ്യം വരുമ്പോൾ ജാസ്മിൻ്റെ മുഖഭാവവും ശാരീരിക ഭാഷകൾക്കൊക്കെ എന്തോ നമുക്കൊരു പിടിക്കായിക വരും. അതായത് എന്തോ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. അത് ഭയങ്കരമായിട്ട് ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റാണ്. പിന്നെ അതിൻ്റെ അകത്ത് നടക്കുന്നത് മുഴുവൻ മൈനസുകൾ, മൊത്തം മൈനസോട് മൈനസ്. അതിൻ്റെ അകത്തുള്ളവരും വന്നവരും ഒക്കെ ഇവരെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കൊന്നു കൊല വിളിക്കണു. അതുകൂടാണ്ട് ലാലേട്ടനും വന്ന് അവരെ കഴിഞ്ഞ ഞായറാഴ്ച ഏറ്റവും ടോപ്പ് റേറ്റിംഗ് എത്തിയ ബിഗ് ബോസ് ടോപ്പ് റേറ്റിംഗിലെത്തിയ ദിവസമാണ് ലാലേട്ടൻ വന്ന ഞായറാഴ്ച. നിങ്ങൾക്കറിയാം, ഞായറാഴ്ച അരമണിക്കൂറാണ് ജാസ്മീനെ ഗബ്രിയെയും നിന്ന് പൊരിച്ചെടുത്തത് ലാലേട്ടൻ, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ മാതിരി റേറ്റിംഗിൽ ഗംഭീരമായി. അപ്പോൾ പിന്നെ സായി വന്നിട്ട്, സീക്രട്ട് ഏജന്റ് സായി, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ സായിക്ക് വണ്ടി
വൈഫും കൂട്ടുകാരനൊക്കെ ഉണ്ടെങ്കിൽ സായിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സായിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. അയാൾക്കൊരു ആത്മബലം ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൊട്ടിത്തെറിച്ചാൽ ഒരു സംഭവമാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ വന്ന ശൂരത്വം കഴിഞ്ഞ് കാറ്റ് പോയി കിടക്കണം. നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ എന്തിരൊക്കെയോ തൃശ്ശൂർ മുടക്കട്ടക്ക് ഉണ്ട തൃശ്ശൂർ കുട്ടിയായിട്ട് ഇങ്ങനെ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക, കൈ എണ്ണയിലിട്ട കടുകുമാരി. അതൊക്കെ എന്തായി തീരുന്നെന്ന് അറിയില്ല. പിന്നെ വീണയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും മുന്നോട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം മുട്ടിച്ചിക്കുക. അത് വീണൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളെ കൊണ്ട് പറ്റും. പക്ഷെ മുന്നോട്ടൊക്കെയുള്ള പോക്കിലൊക്കെ വളരെയധികം ഇത് പറ്റില്ല. സിബിൻ വളരെ നല്ലൊരു എന്റർടൈനറാണ്. ഞാൻ ബിഗ് ബോസിൽ ഉദ്ദേശിക്കുന്നതും അതാണ്. ഒരു ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു നേർബുദ്ധിയോടെ വരിക, വക്രബുദ്ധി കുബുദ്ധികളൊന്നും വേണ്ട. പിന്നെ നമുക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, ക്ഷമ വേണം, സഹിഷ്ണുത വേണം, ഒരു ആത്മനിയന്ത്രണം വേണം, അത്യാവശ്യം ലോകകാര്യങ്ങൾ അറിയാവുന്ന ഒരു ഇത് വേണം, തലച്ചോറ് വേണം. പിന്നെ എന്താ പറയുക, ഒരാളുടെ നല്ലൊരു ലിസണറായിരിക്കണം. ഒരാൾ നമ്മളോട് പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം, ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. ചുമ്മാ തൊള്ള കീറി സംസാരിക്കുക എന്നുള്ളതല്ല ബിഗ് ബോസ്. അതുപോലെ തന്നെ ഒരാൾക്കൊരു ദുഃഖം വന്നാൽ അത് ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് വേണം. വൈരാഗ്യ ബുദ്ധി, പ്രതികാര ബുദ്ധി ഒന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. നല്ല രീതിയിൽ കൊണ്ടുപോകാന്നേ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. പണ്ട് ഒളിമ്പിക്സിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹൈ ജമ്പിൽ 2 രാജ്യക്കാർ തമ്മിൽ, അത് ഞാൻ പേര് മറന്നുപോയി. ഒന്നൊരു അറബ് കൺട്രിയിൽ നിന്ന് വന്ന ഒരാൾ, ഒന്നൊരു ആഫ്രിക്കൻ കൺട്രിയിലെ ആളാണ്. രണ്ടിനും ഹൈ ജമ്പിൽ ഫസ്റ്റ് സെക്കൻഡ് ഹൈറ്റ് ഓരോ ബാർ കയറ്റി അവർ ചാടി. അവസാനം റെക്കോർഡും കഴിഞ്ഞൊരു പിന്നെ അവരത് കയറ്റി വെച്ചു. ആ ബാർ അവർ ചാടാൻ തയ്യാറാകുമ്പോൾ ഈ ആഫ്രിക്കൻ താരത്തിനാണ് പേശി വലിവോ കാലിനെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് അദ്ദേഹത്തിന് തീരെ വയ്യാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മറ്റേ അറബ് ഇതിൽ നിന്ന് വന്ന ആൾക്ക് അദ്ദേഹത്തിന് ചാടിയത് ജയിക്കാം, അദ്ദേഹത്തിന് സ്വർണം കിട്ടും. ഒളിമ്പിക്സിലെ സ്വർണം എന്ന് പറഞ്ഞാൽ ലോകം കീഴടക്കുന്ന സ്വർണം. പക്ഷെ അദ്ദേഹം ആ സംഘാടകരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, തൻ്റെ എതിരാളിക്ക് വന്ന ഈ ശാരീരികമായത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് വന്നൊരു കാര്യം, ഈ സ്വർണം ഞങ്ങൾ 2 പേരും കൂടെ പങ്കിട്ടെടുത്തോട്ടെ, അങ്ങനെ തരാൻ നിവൃത്തിയുണ്ടോ എന്ന് ചോദിച്ച് ലോകത്തിൻ്റെ കയ്യടി നേടി അദ്ദേഹം. കാരണം അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. മനസ്സിലായില്ലേ? അപ്പം അത് വലിയൊരു കാര്യമല്ലേ. തനിക്ക് ഒറ്റയ്ക്ക് കിട്ടേണ്ട സ്വർണം തൻ്റെ എതിരാളിക്ക് ശാരീരികമായ അത് വന്നതിൻ്റെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന 4 അക്ഷരം അത് ബിഗ് ബോസിലും വേണം. മനുഷ്യത്വം. അഭിനയം വേണ്ട, മുഖം മൂടികളൊന്നും വേണ്ട. നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാം അവരെന്ത് മനസ്സോടെയാണ് കളിക്കുന്നതെന്ന്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ക്രൂക്കഡ് മൈൻഡാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയണത്, ഈ റേറ്റിംഗ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ ജാസ്മിനെയും ഗബ്രിയും അല്ലാതെ അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. കാരണം അത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ റിവ്യൂ നടത്തുന്നവർ പോലും ആലോചിച്ച് നോക്ക്, ജാസ്മിൻ ജബ്രി എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് അവർക്കൊന്നുമില്ല ഇടാൻ. അവരുടെയും ഏറ്റവും വലിയ ഹോട്ട് കണ്ടന്റാണ് അവർ. അപ്പോൾ അവരെ എയറിലാക്കി, അവരെ മറ്റേ ഇതിൽ ചെയ്തു, അവരെ കുരിശിലേറ്റി, അവരെ അങ്ങനെ എന്തൊക്കെ തമ്മനയിലോടുകൂടി വരണം. കാരണം അതെല്ലാവരും ആഹ്ലാദിക്കുക. അത് കാണുമ്പോൾ എല്ലാവരും അത് കണ്ട് ആഹ്ലാദിക്കുക. അങ്ങനെ തന്നെ വേണം. ഇവർ 2 പേരും അങ്ങനെ ആവണം. ജാസ്മിൻ്റെ കണ്ണീരും നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും കണ്ടിട്ട് പോലും ആർക്കും ഒന്നും തോന്നുന്നില്ല വികാരങ്ങൾ. കാരണം എല്ലാവരും പറയണ കരച്ചിൽ കണ്ടിട്ട് ഒരു സഹതാപം തോന്നണല്ലേ, ചിരിയാ പറഞ്ഞേ. അങ്ങനെ തന്നെ വേണം. അപ്പം എന്തു പറ്റി? കർമ്മ. മര്യാദയ്ക്ക് നിന്ന് കളിക്കേണ്ട 2 പേര് ഈ വക ഗോഷ്ഠിയും കാണിച്ചുകൊണ്ടല്ലേ അവരുടെ ജീവിതം ഇങ്ങനെയായത്. ജാസ്മിൻ്റെ ജീവിതം എന്ന് ആലോചിക്കുക. ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ടേക്കുന്ന പെൺകുട്ടിയാണ്. 23 വയസ്സാണ് എനിക്ക്, മറ്റന്നാൾ മറിച്ചാണെന്നൊക്കെ എപ്പോഴും പറയും. എന്ത് കാര്യം? പുറത്തിപ്പോൾ അവൾക്ക് കല്യാണം നിശ്ചയിച്ച പയ്യൻ വരെ ഇൻസ്റ്റയിലിട്ടില്ലേ പരസ്യമായിട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദന. അവൻ പറഞ്ഞില്ലേ, യൂസ് ആൻഡ് ത്രോ പ്രോഡക്റ്റായിട്ട് എന്നെ കണ്ടു, എനിക്കിനി വയ്യ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു, ഇനി ആരും എന്നെ ഇത് ചെയ്യരുത്. എൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ വേദന എത്രത്തോളം ആ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഇതെന്താണ് ഇവർ തമ്മിലുള്ള ഈ എന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ലിമിറ്റും വിട്ടല്ലേ ഇവർ പോണത്. ആ പോയതിനാണ് ഇപ്പോൾ അനുഭവിക്കണത്. പെരുന്നാളായിട്ട് റമദാനായിട്ട് ജാസ്മിന് നല്ല പുതിയ ഡ്രസ്സ് പോലും കിട്ടിയില്ല. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിട്ട് പെരുന്നാളിന് പുത്തൻ വസ്ത്രം ഇടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതുപോലും കിട്ടിയില്ല. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരനായിരിക്കും തൻ്റെ പ്രിയതമയ്ക്ക് ഫിയാൻസിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വിലവെറുപ്പുള്ള ഡ്രസ്സ് കൊടുക്കാനിരുന്നൊരു ചെറുപ്പക്കാരൻ പോലും
പിന്മാറിപ്പോയി. ചിലപ്പോൾ വീട്ടുകാർക്കും വിചാരിച്ചാണ് വേണ്ട, വീട്ടുകാരും തകർന്നിരിക്കുകയായിരിക്കും. അവരിപ്പോൾ പുറത്ത് എന്തൊക്കെ പറഞ്ഞാലും അവർ മാനസികമായിട്ട് തകർന്നിരിക്കുകയായിരിക്കും, രണ്ടു വീട്ടുകാരും. കാരണം അത്രത്തോളം ആളുകൾ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ. അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെ? ആരായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായി, ജാസ്മിൻ സോഡ കുടിച്ചാൽ ഗബ്രിയാണ് അമ്പക്കം വിടുന്നത്, അർദ്ധനാരീശ്വര സങ്കല്പം പോലെ. എന്ത് കാര്യം കിടക്കണം ഇവർക്ക് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ എന്തോരം നേട്ടങ്ങളും എന്തോരം അഭിമാനകരമായ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ ഇവരെ എല്ലാവരും കൂടെ ഇട്ട് ക്രൂശിക്കുന്നത് കാണാനാണ് പ്രേക്ഷകരിപ്പോൾ ബിഗ് ബോസ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, റേറ്റിംഗിൽ പൊന്മുട്ടിടുന്ന താറാവുകളായിട്ട് ഇവർ മാറിയത്. കാരണം ഇവരെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കണു, ഇവരെ എന്തൊക്കെ പറഞ്ഞ ആളുകൾ ഇത് ചെയ്യണു അത് ചെയ്യണു എന്നുള്ളത് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അങ്ങനെ റേറ്റിംഗ് കയറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊരു നല്ല റേറ്റിംഗ് അല്ല. എന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിൽ നല്ല കളിക്കാരുടെ പ്രകടനങ്ങൾ കാണുക, അല്ലെങ്കിൽ ഇതല്ല. പിന്നെ അവിടെ ഉള്ളവരും ഈ പറഞ്ഞാൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, തകർന്ന് തരിപ്പണമായാലും റേറ്റിംഗ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതേതായാലും അതിലെങ്കിലും സന്തോഷിക്കുക. പക്ഷെ ആ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലതല്ല. കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെതായ ഒരു അന്തസ്സും മൂല്യവും സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് അതിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് എന്തിനാണ് ജീവിതത്തിൽ ഇങ്ങനെ? പല മുൻ കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ അവസ്ഥകൾ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വേട്ടയാടി ക്രൂശിക്കപ്പെട്ടു അവർ. എന്തുകൊണ്ടാണ്? അവരുടെ ആ പ്രവൃത്തികൾ കണ്ടിട്ട്. ചിലവരൊക്കെ നല്ല രാജകീയമായിട്ട് ജീവിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകരുതേ. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളെ ഇത് ചെയ്യാനോ കഴിവില്ലെങ്കിൽ നിങ്ങൾ പോകരുത്. അതിനുള്ളൊരു ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പോകണ്ടെന്ന് വെച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? പോയി നാറി എന്ത് കാര്യം കിടക്കണം? അതിൻ്റെ വല്ല കാര്യമുണ്ട്? കാശ് കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നാണക്കേട് ഒരിക്കലും ഈ പറഞ്ഞാൽ ഇങ്ങനെ കിടക്കും വർഷങ്ങളോളമൊക്കെ. അപ്പൊ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ റേറ്റിംഗ് കയറിയെങ്കിലും നല്ല 2-3 കണ്ടസ്റ്റൻസ് ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ ഉള്ളതിലൊന്നും ഇത്രയും കാലം 40 ദിവസമൊക്കെ കഴിഞ്ഞ് 40 ദിവസം ഇപ്പോഴും നമുക്കൊരാളെ ഒന്ന് ഫോക്കസ് ചെയ്യാനോ ഒരാളെ നമുക്ക് കൊള്ളാട്ടെ, ഇത് കൊള്ളാം, ഇയാൾ കൊള്ളാന്ന് പറയാൻ നമുക്ക് ആയിട്ടില്ല ഷോയിൽ. അതെന്താ കാര്യം? ഇവരുടെ കുഴപ്പം കൊണ്ടല്ലേ. ഇതിനു മുമ്പൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ എത്രയോ പേരെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന അവരുടെ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ വന്നു. കാരണം അവര് എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്നത് പണയം വയ്ക്കരുത്. വ്യക്തിത്വം പണയം വെച്ച് വെറും എന്താ പറയാ, ഈ ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ മാതിരി ബിഗ് ബോസിന്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാൾ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാനിതൊക്കെ പറയണമെന്നുള്ളൂ. വേറെ ആർക്കൊന്നും തോന്നരുത്. പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ആംബിയൻസ് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ, ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ പോകണ്ട. അതല്ല ഏറ്റവും ബെസ്റ്റ്. പോകുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോവുക. പോകുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നമ്മളുടേതായ ഒരു മുദ്ര ബിഗ് ബോസിൽ ചാർത്തുക. അത് വൃത്തികെട്ട മുദ്രയല്ല, നല്ലൊരു മുദ്ര. നല്ല രീതിയിൽ പോകും. സത്യസന്ധമായിട്ട് കളിക്കുക. വക്രബുദ്ധി ഇല്ലാതെ നേർബുദ്ധിയോടെ കളിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഈ പറഞ്ഞ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നേ. 2 കൈ നീട്ടി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. വളഞ്ഞ വഴികളൊക്കെ പ്രേക്ഷകർക്കറിയാം. ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധരായ പ്രേക്ഷകരാണ് മലയാളികൾ. അവരെ ചുമ്മാ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. നല്ല കണ്ണിങ് ആയിട്ടുള്ള മൈൻഡുള്ളവരും ബുദ്ധിയുള്ളവരും. അത് മാത്രം ഈ പോകുന്നവർ, ഇനി ആരെങ്കിലും പോകാനുണ്ടെങ്കിലും ചിന്തിച്ചാൽ മതി. വേറൊന്നും പറയാനില്ല. നല്ല റേറ്റിംഗ് പോട്ടെ. കാരണം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പകുതി ദിവസം കൂടി അതിൻ്റെ അടുത്തൊക്കെ ആയി. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.